ന്യൂമറിക്കൽ MCQ ആണ് സ്റ്റഡി മെറ്റീരിയലുള്ള. ഇത് മൊഡ്യൂൾ 3 അഥവാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വരും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരും, അതേപോലെ സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഈ 3 കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽ വെറൈറ്റി ക്വസ്റ്റ്യൻസാണ്. വലിയ വെറൈറ്റി പറയാനില്ല, എങ്കിലും നമുക്കൊന്ന് ട്രൈ നോക്കാം. ഫസ്റ്റ് പറയുന്നത് കുറേ ഇൻഫർമേഷൻ തന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനാണ് പറയുന്നത്. ഇത് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ ഇത് ഏതിൻ്റെയും ഭാഗമാക്കാം. ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ സിംഗിൾ എൻട്രിയുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇത്തരം മിസ്സിങ് ഫിഗർ കാണാൻ വേണ്ടി നമുക്കൊരു ട്രേഡ് അക്കൗണ്ട് വരയ്ക്കാം. മിസ്സിങ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല. നോർമൽ ട്രേഡിംഗ് അക്കൗണ്ടിന് പകരം മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വിളിക്കാം. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇതിലെന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, 2 ഓപ്പണിംഗ് സ്റ്റോക്ക്, 2,13,000. പേർച്ചേസ് ഉണ്ട്, 2 എന്ത് പറഞ്ഞെഴുതാം, പേർച്ചേസ്. എത്ര എമൗണ്ട്, 16,55,000. സെയിൽസ് ഉണ്ട്, ബൈ സെയിൽസ്, 21,32,000. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസാണ്, 2 കാരേജ് ഇൻവേർഡ്. എത്ര എമൗണ്ട്, 32,500. കാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ട്രേഡിങ്ങിൽ എടുക്കേണ്ടതില്ല, ഇഗ്നോർ ചെയ്യാം. റിട്ടേൺ ഇൻവേർഡ് ഉണ്ട്, ഓക്കെ അല്ല. അപ്പോൾ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ ജസ്റ്റ് ഒരു മാറ്റം വരുത്താം. സെയിൽസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതാം, 21,32,000 നിന്നും എത്ര റിട്ടേൺ ഉള്ളത്, റിട്ടേൺ ഇൻവേർഡ് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ മൈനസ് ഏതാണ്, റിട്ടേൺ 38,000. ലെസ് ചെയ്താൽ 21,32,000 മൈനസ് 38,000, 20,94,000, 20,94,000. പിന്നെ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റാണ്, വിച്ച് മീൻസ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഗ്രോസ് പ്രോഫിറ്റ്. സാധാരണ ഒരു ട്രേഡ് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്ത് കാണില്ല, ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ട് കാണേണ്ടത് ഏതാണ്, ബൈ ക്ലോസിങ് സ്റ്റോക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ഏത് വരാം, ക്ലോസിങ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് വരാം. യെസ്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള വകുപ്പുകൾ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഒരു ടിസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ, 25% ഓൺ കോസ്റ്റാണ്. കോസ്റ്റിൻ്റെ 25%. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളത് പല രീതിയിൽ ഇത് ചെയ്യാം. നമുക്ക് ഞാൻ ആദ്യം കോസ്റ്റ് കാണണം. അപ്പോൾ കോസ്റ്റ് കണ്ടാൽ പരിപാടി വരും, ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ കോസ്റ്റ് ഇവിടെ ഇല്ലല്ലോ. കോസ്റ്റ് എങ്ങനെ കാണും, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്താ ഇക്വേഷൻ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല, ക്ലോസിങ് സ്റ്റോക്ക് ഇല്ല. അതല്ലേ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആ വഴി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഈ 25%, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് ആണെങ്കിൽ മാത്തമാറ്റിക്കലി ഇത് 1/4 ഓൺ കോസ്റ്റ് അല്ലേ, ഓക്കെ അല്ലേ. 1/4 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/5 ഓൺ സെയിൽസ്. അങ്ങനെയാണ് സെയിൽസ് നമുക്കറിയാം എത്രയാണ്, 20,94,000 എത്ര കണ്ടാൽ മതി, 1/5 കണ്ടാൽ മതി. ഇൻറ്റു 1/5 കണ്ടാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. എത്ര, 4,18,800 കിട്ടും. സിമ്പിൾ. ഇനി ഇത് ബാലൻസ് ചെയ്ത് എന്ത് കിട്ടും, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. 2,13,000 പ്ലസ് 16,55,000 പ്ലസ് 32,500 മൈനസ് 20,94,000 ഈസ് ഈക്വൽ ടു 2,25,300 എന്നാണ് വരുന്നത്. നമുക്ക് ആൻസറിൽ ഉള്ളത് ഏതാണ്, സി ആണ് ആൻസർ. സെറ്റാണ്, ഓക്കെ അല്ലേ. യെസ്, സെറ്റ്. ഇനി വേറെ രീതിയിലും കൂടെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോസ്റ്റ് എത്ര ആണെങ്കിൽ അതിൻ്റെ 25% ആഡ് ചെയ്താലാണ് ഇത് കിട്ടുക, സെല്ലിംഗ് പ്രൈസ് കിട്ടുക. ഇവിടെ തന്നിട്ടുണ്ടല്ലോ കോസ്റ്റിൻ്റെ 25% ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ കോസ്റ്റ് നമുക്ക് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. പ്ലസ് 25 എടുത്താൽ എത്രയാണ്, 125% ഈക്വൽ. ഈ 125% ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ സെയിൽസ്, 20,94,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കണ്ടാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെ കാണാം, 20,94,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 എടുക്കാം.
അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. 2094,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു അപ്പോഴും എത്ര കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് 4,18,800 കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്ഷനാണ്. ഏതാണ് കംഫർട്ടബിൾ ചെയ്യാം. ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2 സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷന് പലതരത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് വരയ്ക്കാൻ തീരുമാനിക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഏറ്റവും കംഫർട്ട് രീതി അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണുന്നുണ്ട്. അതെവിടെ കാണിക്കുക? 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ടാണ് 6,25,000. ഓക്കെ അല്ലേ? സാധാരണ ഇതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് എവിടേക്ക് പോവുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുക. ഇത് ബാലൻസ് ഫിഗർ തന്നിട്ടുണ്ട്. നമ്മുടെ ഇത് കാണാൻ പറഞ്ഞ എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. ഓക്കെ, ഇനി ബാക്കി ഇൻഫർമേഷൻസൊക്കെ എഴുതാം. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഓപ്പണിങ്, ക്ലോസിങ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഒരു അസറ്റാണ്. കറണ്ട് അസറ്റുകൾ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതണം? 2 ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഞാൻ പെട്ടെന്ന് മെയിൻ കണ്ടൻറ്റ് മാത്രം പറഞ്ഞു വന്നു. പിന്നെ 72,000 സ്വാഭാവികമായിട്ടും ബൈ എന്തായിരിക്കും? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും? 72,000 എഴുതും. അടുത്തത് ലയബിലിറ്റിയാണ്. ഏത്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇവിടെ ബൈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31,000 ടു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 37,000 കഴിഞ്ഞു. ഇത് ബാലൻസ് ചെയ്ത പരിപാടി കഴിഞ്ഞു. 55,000 പ്ലസ് 6,25,000 പ്ലസ് 37,000 ഈസ് ഈക്വൽ ടു 717,000 മൈനസ് 31,000 മൈനസ് 72,000. അപ്പോൾ 6,14,000 ആണ് ബൈ എന്ത്? ക്യാഷ്, വിച്ച് മീൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടത് അതല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. കണ്ടു. ഇതാ 6,14,000. ആൻസർ ഇപ്പോൾ ഏതാണ്? സി ആണ് ആൻസർ. കറക്റ്റ്. അടുത്ത് വളരെ സിമ്പിൾ സാധനം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ 70 ക്ലോസിംഗ് ക്യാപിറ്റൽ 90 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അത് നമ്മൾ സിംഗിൾ എൻട്രിയുടെ ഒരു ക്വസ്റ്റ്യനാണ്. സിംഗിൾ എൻട്രിയിലെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L കാണാനുള്ള ഫോമാറ്റ് നമുക്കറിയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റൽ, പിന്നെ ഡ്രോയിങ്സും മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. ക്ലോസിങ്ങിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ഓപ്പണിംഗ് ക്യാപിറ്റൽ 70,000 ലെസ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. എത്ര പ്രോഫിറ്റ് കിട്ടാം? 20,000. ഓക്കെ അല്ലേ? എന്താ അതിൻ്റെ ലോജിക്ക്? നിങ്ങൾ 70,000 ആയിരുന്നു നിങ്ങളുടെ ഓപ്പണിങ്ങിലെ ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി? 20,000. അപ്പോൾ അവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയായി? 90. അത്രേ ഉള്ളൂ. ആൻസർ ഇപ്പോൾ ഇതിൽ എ ആണ് ആൻസർ, പ്രോഫിറ്റ്. അടുത്ത സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തൊരു വെറൈറ്റി സാധനമാണ് നത്തിങ് ഗ്രേറ്റ്. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. 2 ഇവിടെ ഓൾറെഡി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാനുള്ള എമൗണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 250. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അക്രൂവൽ കോൺസെപ്റ്റാണ്. 250 മെമ്പേഴ്സ് ഒരാൾ 5,000 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 250 ഇൻറ്റു 5,000 എത്രയാണ്? 12,50,000 ഒരു കൊല്ലത്ത് ഇൻകമായിട്ട് വരേണ്ടത്. അത് കിട്ടിയോ ഇല്ലതേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. നമ്മൾ അക്രൂവൽ ബേസാണ് എവിടെ നോക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതി. ദെൻ അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് തന്നിട്ടുണ്ട്. എങ്ങനെ എഴുതണം? ബൈ ക്യാഷ് 11,25,000. ഇതിൽ 65,000 ഏത് വർഷത്തെയാണ്? 2020. നമ്മളിപ്പോൾ ഉള്ളത് 21, 22 അല്ലേ? അപ്പോൾ 20, 21 പറയുമ്പോൾ അത് ഓപ്പണിംഗ് കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ളതല്ലേ? അതിന് നമ്മൾ 2 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്നാണല്ലോ പറയാം. ഓക്കെ അല്ലേ? എമൗണ്ട് എത്രയാണ്? 65,000. അതേപോലെ 20,000 എന്നത്തേക്കുള്ളതാണ്? 2022, 23 എമൗണ്ട് ഇപ്പോൾ കിട്ടിയതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 20, 23 എമൗണ്ട് ഇപ്പോൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ? അപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുമ്പോൾ ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗ് ആണ് ഇവിടെ വരും. 2 ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എത്ര എമൗണ്ട് വരുന്നത്? 25,000. ഓക്കെ അല്ലേ? മതി. നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞുള്ള ഏതാണ്? ക്ലോസിംഗ് ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ബൈ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ കിട്ടും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത പരിപാടിയാണ്. 65,000 12,50,000 പ്ലസ് 25,000 മൈനസ് 11,25,000. അപ്പോൾ കിട്ടുന്ന 2,15,000 ഇതാണ് ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ. ഇതാണ് ആൻസർ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ് പറഞ്ഞില്ലാണ്ട്. എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ 21, 22 പറയുമ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ആൻസർ ഏതാ? സി ആണ് ആൻസർ. ലാസ്റ്റ് വൺ
ബട്ട് നോട്ട് ലീസ്റ്റ്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. ആവറേജ് ഇൻവെൻട്രിയാണ്. ഇൻവെൻട്രി പറയുമ്പോൾ സ്റ്റോക്ക് ഉദ്ദേശിച്ചത് 1,25,000 ക്ലോസിങ് ഇൻവെൻട്രി 10,000 ലെസ് ദാൻ ഓപ്പണിംഗ് ഇൻവെൻട്രി. ഇതെന്താ വാല്യൂ ഓഫ് ക്ലോസിങ് ഇൻവെൻട്രി ഇതൊന്നും സംഭവിച്ചല്ലേ, ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. ആവറേജ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പ്ലസ് എന്തും ആഡ് ചെയ്യുക, ക്ലോസിങ് സ്റ്റോക്കും ആഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എത്ര അടിച്ചാൽ മതി, 2 അടിച്ചാൽ ആവറേജ് കിട്ടും. കോമൺ സെൻസ്. ഇതിൽ നമുക്ക് അറിയുന്നത് ഈ ആവറേജ് അറിയാം 1,25,000, പക്ഷേ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു അസംഷൻ കൊടുക്കുകയാണ്. ലെറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വിചാരിച്ചോ, എക്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 10,000 ലെസ് ദാൻ ഓപ്പണിംഗ് ഇൻവെൻട്രി. അത് ഓപ്പണിംഗ് ഇൻവെൻട്രി ഇപ്പോൾ നമുക്കറിയാം എത്രയാ, എക്സ് അസ്യൂം ചെയ്ത എക്സ് അല്ലേ, അതിൽ നിന്ന് 10,000 കുറച്ചാൽ കിട്ടുന്നതാണ് ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ. ഓപ്പണിംഗ് സ്റ്റോക്കിന് എക്സ് കിട്ടി പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 2. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 1,25,000 ഇൻറ്റു എത്ര 2, അപ്പോൾ എത്ര വരും, 2,50,000 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് മൈനസ് 10,000. ഇനി എന്ത് ചെയ്യും, 10,000 ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ, ലെസ് ആവും. 2 lakh എത്ര ആവും, 40,000 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ്. ഓക്കെ അല്ലേ, വിച്ച് മീൻസ് 2,40,000 ഈസ് ഈക്വൽ ടു 2x. ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവുക, അപ്പോൾ 2,60,000 ആവുകയെ, സോറി 2x ആണ്. ഇനി അടുത്തേതാ, ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2,60,000 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ എത്ര ഒരു 1,30,000. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസിംഗ് സ്റ്റോക്ക്, സോറി ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും എത്ര ലെസ് ചെയ്യണം, 10,000 ലെസ് ചെയ്യണം. അപ്പോൾ 1,30,000 നിന്നും 10,000 പോയാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 1,20,000. ദിസ് ഈസ് വാട്ട് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ ഡി ആയിരിക്കണം ആൻസർ. ഞാൻ ഡിയിലെ ആൻസർ ഉണ്ട്, അതൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ടുണ്ട്, നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ്സ് ഓൾ.